Good morning students, welcome to this video. In this class we are studying about magnetic field due to two parallel conductors. രണ്ട് parallel conductors okay മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കറണ്ട് ഫ്ലോ ചെയ്യുന്ന രണ്ട് കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇത് രണ്ട് കണ്ടക്ടേഴ്സ് ആണ്. രണ്ട് കണ്ടക്ടേഴ്സും നമ്മൾ പാരലൽ ആയിട്ട് വെക്കുന്നു. പാരലൽ ആയിട്ടും സൈഡ് ബൈ സൈഡ് ആയിട്ടും വെക്കുന്നു. ഓക്കെ, സൈഡ് ബൈ സൈഡ് ആയിട്ടും പാരലൽ ആയിട്ടും നമ്മൾ കറണ്ട് ക്യാരി ചെയ്യുന്ന രണ്ട് കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു കണ്ടക്ടർ, ഇത് വേറൊരു കണ്ടക്ടർ. ഈ രണ്ട് കണ്ടക്ടറിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, കറണ്ട് ആയി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് കണ്ടക്ടേഴ്സിലൂടെയും കറണ്ട് ആയി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും പാരലൽ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, അതുപോലെ സൈഡ് ബൈ സൈഡ് ആയിട്ടുമാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വന്നാൽ നമുക്കറിയാം, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. രണ്ടാമത്തെ കണ്ടക്ടറിലും കറണ്ട് ഒഴുകുന്നുണ്ട്, അവിടെയും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ കണ്ടക്ടേഴ്സിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഈ കണ്ടക്ടേഴ്സിന് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് പാരലൽ ആയിട്ടും സൈഡ് ബൈ സൈഡ് ആയിട്ടും പ്ലേസ് ചെയ്തപ്പോണ്ട് കറണ്ട് ഒഴുകുന്നതുകൊണ്ട് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. രണ്ടാമത്തെ കണ്ടക്ടറിലും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഓൾസോ എക്സ്പീരിയൻസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ടേഴ്സിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഈ കണ്ടക്ടേഴ്സിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഓക്കെ, കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മൂലം കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അപ്പോൾ two straight long current carrying conductors are placed side by side and parallel. അപ്പോൾ രണ്ട് കണ്ടക്ടറും കറണ്ട് ഫ്ലോ ചെയ്യുന്ന രണ്ട് കണ്ടക്ടറും പ്ലേസ് ചെയ്തിരിക്കുന്നത് പാരലൽ ആയിട്ടാണ്. അപ്പോൾ then they will experience a mechanical force due to magnetic field around them. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് പാരലൽ ആയിട്ട് വെച്ചിരുന്നാൽ അവയ്ക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മൂലം അവരൊരു മെക്കാനിക്കൽ ഫോഴ്സ് അനുഭവപ്പെടും. Two straight long current carrying conductors are placed side by side and parallel to each other. കറണ്ട് ക്യാരി ചെയ്യുന്ന രണ്ട് കണ്ടക്ടേഴ്സ് പാരലൽ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. Then they will experience a mechanical force due to magnetic field around them. അപ്പോൾ കറണ്ട് ക്യാരി ചെയ്യുന്ന രണ്ട് കണ്ടക്ടേഴ്സ് പാരലൽ ആയിട്ട് വെച്ചിരുന്നാൽ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മൂലം അവരൊരു മെക്കാനിക്കൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും, അനുഭവപ്പെടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ രണ്ട് സിറ്റുവേഷൻ വരാം. ഞാൻ നേരത്തെ പറഞ്ഞു, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ കറണ്ട് ഒഴുകുന്നത് ചിലപ്പോൾ ഒരേ ഡയറക്ഷനിലായിരിക്കാം, സെയിം ഡയറക്ഷനിലാവും കറണ്ട് ഒഴുകുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവാം കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ രണ്ട് കണ്ടക്ടറിലും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഒന്നുകിൽ സെയിം ഡയറക്ഷനിലാവാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവാം. ഓക്കെ, ഇപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ രണ്ട് കണ്ടക്ടറിലൂടെയും കറണ്ട് ഒഴുകുന്നത് സെയിം ഡയറക്ഷനിലാണെങ്കിൽ അപ്പോഴുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഈ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, സെയിം ഡയറക്ഷൻ ആണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണ്. ആ സമയത്തുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. When two conductors carry current in the same direction, the flux surrounding them is shown in the figure. രണ്ട് കണ്ടക്ടേഴ്സിലുമുള്ള കറണ്ട് ഒരേ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവയ്ക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പടത്തിൽ നിന്ന് മനസ്സിലാക്കാം, ഈ രണ്ട് കണ്ടക്ടേഴ്സിലുമുള്ള കറണ്ട് സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ അവയ്ക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സും നമ്മൾ കണ്ടു.
ഓക്കെ. ആ സമയത്ത് ഇവയ്ക്കിടയിലുള്ള ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ, ഇവിടെ കറണ്ട് ഒഴുകുന്നത് ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ അവയ്ക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സും കാണിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അവയ്ക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് മൂലം ഒരു ഫോഴ്സ് അനുഭവപ്പെടും എന്ന് പറഞ്ഞു. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആകാം. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് മൂലം കണ്ടക്ടേഴ്സിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് മൂലം ഒന്നുകിൽ അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ ഫോഴ്സ് ഒന്നുകിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആകാം, അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആകാം. ഓക്കെ. അപ്പോൾ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷണം, റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ വികർഷണം. ഓക്കെ. ഇപ്പോൾ രണ്ട് കണ്ടക്ടറിലും ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അവയ്ക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഈ ഫിഗറിനകത്ത് കാണിച്ചപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് മൂലം ഒരു ഫോഴ്സ് അനുഭവപ്പെടും. കറണ്ട് സെയിം ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ these two conductors will experience a force of attraction between them. Okay, രണ്ട് കണ്ടക്ടറിലും കറണ്ട് ഒഴുകുന്നത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അനുഭവപ്പെടുന്നത്. ഓക്കെ. In the first case, two conductors carry current in the same direction. Then the flux surrounding them is shown in the figure. ഇപ്പോൾ രണ്ട് കണ്ടക്ടറിലും കറണ്ട് ഒഴുകുന്നത് ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ അവയ്ക്ക് ചുറ്റുമുള്ള ഫ്ലക്സ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് കാണിച്ചിട്ടുണ്ട്. Then the force due to this magnetic flux is attractive force. അപ്പോൾ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ, they experience a force of attraction between them. കാര്യം എന്താണ്? കറണ്ട് ഒഴുകുന്നത് രണ്ട് കണ്ടക്ടറിലൂടെ ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഓക്കെ. Then the next case, the current flowing through the conductor is in opposite direction. ഇവിടെ വരച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, സെയിം ഡയറക്ഷനിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. Current flowing through two conductors in opposite direction. രണ്ട് കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ, ആദ്യത്തെ കേസിൽ രണ്ട് കണ്ടക്ടറിലൂടെയും ഒഴുകുന്ന കറണ്ട് സെയിം ഡയറക്ഷനിലായിരുന്നു. രണ്ടാമത്തെ കണ്ടീഷനിൽ രണ്ട് കണ്ടക്ടറിലൂടെ ഒഴുകുന്ന ഒഴുകുന്ന കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, വിപരീത ഡയറക്ഷനിലാണ്, എതിർ ദിശയിലാണ്. അപ്പോൾ അവയ്ക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ രണ്ട് കണ്ടക്ടറിലും കറണ്ട് ഒഴുകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പൾസീവ് ഫോഴ്സ് ആണ്. These two conductors will experience a force of repulsion. അപ്പോൾ രണ്ട് കണ്ടക്ടറിലും ഒഴുകുന്ന കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ആ രണ്ട് കണ്ടക്ടറിനിടയിൽ അനുഭവപ്പെടുന്നത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചതിന്റെ സമ്മറി എന്ന് പറഞ്ഞാൽ രണ്ട് കറണ്ട് ക്യാരിയിങ് രണ്ട് കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിന് ചുറ്റും മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സും ഇടയിൽ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അനുഭവപ്പെടും. മെക്കാനിക്കൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇനി രണ്ട് കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ രണ്ട് കണ്ടക്ടേഴ്സിനും ഇടയിൽ അനുഭവപ്പെടുന്നത് അട്രാക്റ്റീവ് ഫോഴ്സും. ഇനി രണ്ട് കണ്ടക്ടറിലൂടെയും ഒഴുകുന്ന കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്നത് റിപ്പൾസീവ് ഫോഴ്സും ആയിരിക്കും. ഓക്കെ, റിപ്പൾസീവ് ഫോഴ്സും ആയിരിക്കും. സോ ഹിയർ two law
straight current carrying conductors are placed in parallel, then they will experience a mechanical force due to the magnetic flux around them. രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് പാരലൽ ആയിട്ട് വെച്ചിരുന്നാൽ അവ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. ഇഫ് കറണ്ട് ഈസ് ഫ്ലോയിങ് ദ സെയിം ഡയറക്ഷൻ, they will experience an attractive force. രണ്ട് കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ രണ്ട് കണ്ടക്ടേഴ്സിനും ഇടയിലുള്ളത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. If currents are flowing in opposite direction, then two conductors will experience a repulsive force. കറണ്ട് ഒഴുകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്നത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങള് വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. ഞാൻ തേഴ്സ്ഡേയോ ഫ്രൈഡേയോ ഇതുവരെയുള്ള നോട്ട്സ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൂഗിൾ ക്ലാസ് റൂമിൽ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.